എൻഡിഎയും ഇന്ത്യ മുന്നണിയും ഏറ്റുമുട്ടുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇനി. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗോത്രവർഗ അവകാശ പോരാളിയുമായ ബിർസ മുണ്ടയുടെ 150ാം ജയന്തി ആഘോഷമാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. ഝാർഖണ്ഡിൽ ബിർസ മുണ്ട വോട്ടിനെ നിയന്ത്രിക്കുന്ന ഘടകം കൂടിയായതിനാൽ അവകാശവാദം ഉന്നയിച്ചും ആശംസകൾ അറിയിച്ചും സജീവമായി തന്നെ നേതാക്കളെല്ലാം രംഗത്തുണ്ട്. ഗോത്രവിഭാഗ വോട്ടുകൾ നിർണായകമായ ഝാർഖണ്ഡിൽ ബിർസ മുണ്ട വോട്ടിനെ സ്വാധീനിക്കുന്ന വൈകാരിക ഘടകമാണ്. ബിർസ മുണ്ടയുടെ പിൻഗാമിത്വം ആർക്കാണ്, ആരാണ് ബിർസ മുണ്ടയുടെ ആശയങ്ങൾ പിന്തുടരുന്നത് തുടങ്ങി ബിജെപിയും ജെഎംഎമ്മും തമ്മിൽ തർക്കങ്ങളും അവകാശവാദങ്ങളും നിരവധിയാണ്. ഇക്കുറി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ജയന്തി ആഘോഷത്തിൽ സജീവമായി തന്നെ പങ്കെടുത്തു. ബിർസ മുണ്ട ജയന്തി ദിവസം ജൻജാതീയ ഗൗരവ ദിവസമായി പ്രഖ്യാപിച്ചത് മോദി സർക്കാരാണെന്ന് ബിജെപി ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ് തള്ളിക്കളഞ്ഞ ഗോത്രവിഭാഗ നേതാക്കളെ ബഹുമാനിക്കുന്നത് ബിജെപി സർക്കാരുകളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റാഞ്ചിയിൽ ബിർസ മുണ്ട മ്യൂസിയം സ്ഥാപിച്ചത് ബിജെപി സർക്കാരാണെന്നും മോദി. आज भगवान बिरसा मुंडा की जन्म जयंती है, राष्ट्रीय जनजातीय गौरव दिवस है। मैं सभी देशवासियों को और खास तौर पर अपने आदिवासी भाई बहनों को जनजातीय गौरव दिवस की बधाई देता हूं। भगवान बिरसा मुंडा, ഭഗവാൻ ബിർസ മുണ്ട. ബീഹാറിലെ ജാമോയിൽ ജയന്തിയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ 6640 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ബിർസ മുണ്ട അനുസ്മരണ നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. जैसा कि स्क्रीन पर आप देख रहे हैं, इसके एक तरफ मध्य में अशोक स्तंभ का सिंह स्तंभ शीर्ष है जिसके नीचे सत्यमेव जयते लिखा हुआ है और दूसरी तरफ भगवान बिरसा मुंडा का चित्र अंकित है। तो एक बार आपकी करतल ध्वनि के साथ आइए इस स्मारक सिक्के के विमोचन को अपनी शुभकामनाएं आप जरूर दें. ബിർസ മുണ്ടയുടെ ആശയങ്ങൾ പിന്തുടരുന്നത് ജെഎംഎം ആണെന്നും ബിജെപിക്ക് ബിർസ മുണ്ട വോട്ടുപിടിക്കാനുള്ള ഒരു പേര് മാത്രമാണെന്നുമാണ് ജെഎംഎമ്മിന്റെ മറുപടി. ജയന്തിയുടെ ഭാഗമായി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാവിലെ ബിർസ മുണ്ട പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ധീരന്മാരുടെ നാടാണ് ജാർഖണ്ഡെന്നും എല്ലാവർക്കും ജയന്തി ആശംസകൾ അറിയിക്കുന്നതായും ഹേമന്ത് സോറൻ. ഗോത്രവിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗത്തിന്റെ ആരാധനാമൂർത്തി കൂടിയായ പോരാളി ബിർസ മുണ്ടയുടെ പേരിൽ നടക്കുന്ന പോര് ആരെ തുണയ്ക്കുമെന്നറിയാൻ നവംബർ 23 വോട്ടെണ്ണും വരെ കാത്തിരിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.